ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിനോദ് പോണച്ചിറ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധാരാളമായി പല സാഹചര്യങ്ങളിലും ആത്മഹത്യയ്ക്ക് മുതിരുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരും ആത്മഹത്യ പരാജയപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെയും ഒക്കെ ഇന്ന് സർവ്വസാധാരണമായി കാണാറുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പോയത്. ഞാൻ ഒരു സാഹചര്യത്തിൽ പരിചയപ്പെട്ട ഒരു ആത്മഹത്യാ പ്രേരണയ്ക്കിടയായ സംഭവത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഒരു യൂണിയൻ തൊഴിലാളി ഭാര്യയുമായി പെട്ടെന്നുണ്ടായ എന്തോ ഒരു വഴക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള തയ്യാറെടുപ്പുമായി ഭാര്യ ജോലിക്ക് പോയപ്പോൾ വീട്ടിലാരുമില്ലാതിരുന്ന സാഹചര്യത്തിൽ ഇയാൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് കേരള ലോട്ടറിക്ക് അന്ന് നല്ല നിരക്കെടുപ്പും സമ്മാനവും ഒക്കെയുള്ള KM മാണി സാറ് ധനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അപ്പോൾ സുഹൃത്ത് ഒന്ന് ഫോൺ ചെയ്തു. തലേ ദിവസം നമ്മൾ ഷെയർ ഇട്ട് സെയിം ടിക്കറ്റ് എടുത്തായിരുന്നല്ലോ, അതിന് സമ്മാനം വല്ലതും ഉണ്ടോ നീ നോക്കിയോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയവൻ പെട്ടെന്ന് ഓർത്തു, സമ്മാനം ഉണ്ടോയെന്നൊന്ന് നോക്കാം എന്ന് വിചാരിച്ചു. സമ്മാനമുണ്ടോ എന്ന് നോക്കാൻ പോയ അയാൾ അത് നോക്കി. പക്ഷേ ഇന്നും പുള്ളി ജീവിച്ചിരിപ്പുണ്ട്. യൂണിയൻ തൊഴിലാളിയായി തന്നെ ജോലി ചെയ്യുന്നുമുണ്ട്. ഇത് പറയാനിടയായ കാരണം എന്താണെന്ന് വെച്ചാൽ, വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് പോകുന്ന ചില കുടുംബങ്ങൾ കൂട്ടി ആത്മഹത്യകൾക്ക് ചെയ്യാറുണ്ടെന്ന് ഒഴിച്ചാൽ മറ്റു പല ആത്മഹത്യകളും നൈമിഷികമായി ഉണ്ടാകുന്ന ചില മാനുഷിക പ്രേരണകളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികമായ ക്ഷോഭമാണ്. അതിനെ തുടർന്ന് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ പിന്നീട് പരിഹരിച്ച് മുന്നോട്ട് പോകാവുന്ന സാഹചര്യങ്ങളിൽ പോലും ആത്മഹത്യയ്ക്ക് ഇടയാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതിൽ നിരവധി ആത്മഹത്യകൾ പരാജയപ്പെട്ട് സമൂഹത്തിൽ നാണം കെട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. മനുഷ്യൻ ജനിച്ചാൽ പിന്നെ മരിക്കുന്നത് വരെ ജീവിക്കുക തന്നെ വേണം. എത്ര വലിയ സാഹചര്യങ്ങളും എത്ര വലിയ പ്രതിസന്ധികളും ജീവിതത്തിലുണ്ടായാലും അതിനെ തരണം ചെയ്ത് ജീവിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതത്തിൽ ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല വേണ്ടത്, ഒരു കോമായിട്ട് വീണ്ടും എഴുതി തുടങ്ങിയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.